ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ ഉപ്പൊക്കെ കറിയൊക്കെ വെക്കുമ്പോഴാണല്ലോ ഇടാറുള്ളത്. പക്ഷേ ഈ ഒരു ഉപ്പുണ്ടെങ്കിൽ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഒരു പിടി ഉപ്പുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ പറ്റും. നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് പോലും നമുക്ക് ലാഭിക്കാൻ പറ്റും കേട്ടോ ഒരു പിടി ഉപ്പുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ എന്താണെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഉപ്പ് വെച്ചിട്ടുള്ള ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ കറ പിടിച്ചിട്ട് നമ്മൾ എത്ര ഉരച്ച് കഴിയാലും പോവാത്ത കറയുള്ള ഇതുപോലത്തെ ടാപ്പുകൾ ഉണ്ടാവും. സ്റ്റീലിൻ്റെ ടാപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപ്പ് വെച്ചിട്ട് ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഗ്ലൗസിന് പകരം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ കയ്യിലിട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് കുറച്ച് ഉപ്പ് എടുത്തിട്ട് സ്റ്റീൽ ടാപ്പിൽ നന്നായിട്ട് ഉരച്ച് കൊടുക്കട്ടോ. അപ്പോൾ കറയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ തുടച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ഇതിലുള്ള കറയൊക്കെ പോയി കിട്ടും. ഇനി നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് ക്ലീൻ ആയിട്ടുണ്ട് എന്നുള്ളത്. നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ തന്നെ നമുക്കിത് ക്ലീനായി കിട്ടും. അടുത്തതായിട്ട് നമ്മൾ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന ബക്കറ്റിലും കപ്പിലൊക്കെ ഒരു തരം വഴുവഴുപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ എത്ര കഴുകിയാലും എത്ര ഉരച്ച് കഴുകിയാലും ചിലപ്പോൾ അത് പോയി കിട്ടൂല. എന്നാൽ നമ്മൾ ഒരു ക്ലീനിങ് സൊല്യൂഷനും എടുക്കാതെ കുറച്ച് ഉപ്പ് നമ്മുടെ കയ്യിലെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇതിലുള്ള ഈ ഒരു അഴുക്കൊക്കെ പോയി കിട്ടും കേട്ടോ. ഒരുപാട് നമ്മൾ കഷ്ടപ്പെടാൻ നിൽക്കണ്ട. ഇതുപോലെ ഉപ്പ് കൊണ്ട് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്താൽ തന്നെ നമ്മുടെ ഈ ഒരു കപ്പൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സ്റ്റീൽ പാത്രങ്ങൾ, സ്റ്റീലിൻ്റെ കപ്പോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എന്താണെങ്കിലും അതിൽ ചായക്കറയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കറയുണ്ടെങ്കിൽ അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് സ്ക്രബ്ബറൊന്നും യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതുപോലെ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് അതിലുള്ള കറയൊക്കെ അപ്പോൾ തന്നെ നമുക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാ ഈ ഉപ്പൊക്കെ കളറ് മാറി വന്നിട്ടുണ്ട്. അതായത് ഇതിലുള്ള കറയൊക്കെ നമ്മൾ ഉപ്പ് കൊണ്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കഴുകിയാൽ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ കപ്പ് നല്ല പോലെ വെട്ടിത്തിളങ്ങും. പിന്നെ സ്റ്റീൽ പാത്രത്തിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് ഏത് പാത്രത്തിലും കറയുണ്ടെങ്കിൽ ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഇനി നമ്മുടെ കറണ്ട് ബില്ല് സേവ് ചെയ്യാനുള്ള ടിപ്പാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് ആദ്യം എടുത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒട്ടും നനവില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള കുക്കറിലേക്കാണ് കേട്ടോ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഉപ്പ് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇതുപോലെ അടച്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചൂടാക്കി എടുക്കുന്നത്. നല്ലപോലെ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കിതാ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇസ്തിരി ഇടാം കേട്ടോ. അതായത് നമ്മൾ അയൺ ബോക്സിന് പകരമായിട്ട് യൂസ് ചെയ്യാം. ഉപ്പ് ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് അത്ര പെട്ടെന്നൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ നമ്മുടെ കറണ്ട് ബില്ല് സേവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ അത്യാവശ്യത്തിനൊക്കെ നമുക്കിതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല ടിപ്സുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്